ഇങ്ങോട്ട് ഇറങ്ങി. എന്താ മുന്നിൽ ചെക്ക് പോസ്റ്റാ. അവിടെ ചെല്ലുമ്പോ ഡോർ തുറക്കാതിരിക്കാൻ പറ്റില്ല. ഇറങ്ങി ഓടിക്കൂ. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ വളവ് ഞാൻ കാത്തു നിൽക്കാം. പെട്ടെന്ന്. വേഗം കേറിക്കോ. ജോസ് മാറ്, ഞാൻ ഓടിക്കാം. പാഴ്സൽ ലോറിയാണ്. മിക്കവാറും അവൻ കിടന്ന ലോറി തന്നെയാവും. சரி விடு, அவர் ரொம்ப தூரம் போயிருக்க முடியாது. போலாம். விடுறா. നിർത്ത്. നമ്മൾ റൂട്ടൊക്കെ ഒന്ന് മാറിയാ വന്നത്. ഇവിടുന്ന് ഒരു 300 കിലോമീറ്റർ പുറകെ പോയി ഞങ്ങൾക്ക് ലോഡ് എടുക്കാനുണ്ട്. ഇനിയും ഞങ്ങളെയും കൊണ്ട് പോയാൽ വഴിയിൽ എന്തൊക്കെ കുഴപ്പങ്ങളാ കാത്തിരിക്കുന്നതെന്ന് അറിയില്ല. നിങ്ങൾ പൊയ്ക്കോളൂ. അങ്ങനെ നിങ്ങളെ ഉപേക്ഷിച്ച് ഞങ്ങൾ പോവില്ല. ഒരു വഴിയുണ്ട്. ദാ ഈ സ്ഥലത്ത് എൻ്റെ ഒരു പരിചയക്കാരുണ്ട്. കടുത്തുരുത്തിക്കാരനൊരു തങ്കച്ചൻ. പുള്ളി ഇവിടെ ഒരു ലോഡ്ജ് നടത്തുക. ഇന്നും നാളത്തെ പകലും നിങ്ങളിവിടെ തങ്ങണം. നാളെ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾ എത്തും. പിന്നെ നിങ്ങളെ വീട്ടിലെത്തിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. എന്താ ഒന്ന് മാറി. ഇരുന്നാട്ടെ സാറ്, ഇരിക്കും. നിങ്ങളെ പോലുള്ളവർക്കൊന്നും കഴിയാൻ തക്ക സ്റ്റാൻഡേർഡ് ഇതിനില്ല കേട്ടോ. ദേ, ഞങ്ങൾ ഈ തറ പാർട്ടീസിനെ ഉദ്ദേശം നടത്തുന്നതാ. ഒരു രാത്രി മനസമാധാനത്തോടെ കഴിയാൻ ഒരിടം, അത്രേ വേണ്ടൂ. അതിനത് ധാരാളം.
ആ പിന്നെ കേട്ടോ സാറേ, ഞാൻ കുറെ കാലം ബാംഗ്ലൂരിലുണ്ടായിരുന്നു. ഈ റെഡ്ഡിയുടെ കൂടെയുള്ള നായരുണ്ടല്ലോ, അയാളെ അവിടെ വെച്ച എനിക്കറിയാം. ആള് ചങ്ങനാശ്ശേരിക്കാരനാ. തല്ലിപ്പൊളി എന്ന് പറഞ്ഞ 6 തല്ലിപ്പൊളി. അയാളുടെ കയ്യിൽ നിന്നൊക്കെ ചാടി പോന്നതെന്ന് പറഞ്ഞു കേട്ടപ്പം സമ്മതിച്ചു കേട്ടോ സാറേ. നടന്ന കാര്യങ്ങളെ കുറിച്ചെല്ലാം പറഞ്ഞ് തങ്കച്ചനെ ഭയപ്പെടുത്തണ്ടെന്ന് ഞാൻ ജോസിനോട് പറഞ്ഞിരുന്നു. അയ്യോ എന്തോന്ന് ഭയം സാറേ, കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായതുകൊണ്ട് എനിക്കൊന്ന് കരുതിയിരിക്കാലോ. ദേ ഇവിടെ നമ്മൾ കൈഞ്ഞൊടിച്ചാൽ പറന്നു വരുന്ന പിള്ളേരാ, അപ്പാവികളാ. പിന്നെ മീശയുടെ തുമ്പ് വിരിച്ചു കാട്ടി എല്ലാത്തിനും ഒന്ന് വിറപ്പിച്ച് നിർത്തിയിരിക്കല്ലേ. ആ ഞാൻ ഇനി ലാത്തി അടിച്ചെന്നാ ശരിയാകില്ല. സാറ് സിസ്റ്റർ ഒന്ന് റെസ്റ്റ് എടുത്താട്ടെ. ആ പിന്നൊരു കാര്യം, നമ്മുടെ പുള്ളിക്കാരി അങ്ങ് നാട്ടിൽ പോയിരിക്കുക. 4ാമത്തേത് റിലീസ് ചെയ്യാൻ. അല്ലായിരുന്ന വല്ല മിണ്ടിയും പറഞ്ഞ് എന്റെ വീട്ടിൽ തന്നെ കൂടാമായിരുന്നു. അപ്പോ ശകലം കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് വരാം. വരട്ടെ പെങ്ങളെ. പൊയ്ക്കോളടാ. എന്താ அண்ணா கேக்குறாரு, அவருக்கு ஒன்னு அட்டன் பண்றதுக்கு இன்ட்ரெஸ்ட் இருக்குது, எப்படி வசதி? Bloody bugger. നോക്കൂ, മടക്കലൊന്നും കേട്ടോ. എന്താടാ வாடா படம் கூப்பிடாத. நான் யார் தெரியுமில்ல? ராஜமாணிக்கம். நம்ம ஏரியாவுக்கு வந்து நம்ம இடத்துக்கு வந்து ஒரு அழகான கிளி மாதிரி பொண்ணை அனுபவிச்சுட்டு போறேன்னா அது சரிப்பட்டு வராது. உனக்கு எவ்வளவு பணம் வேணும்னு சொல்லு. கொல்லு ஞான். இந்த பொறுக்கி பாரு, அப்புறம் பாத்துக்கலாம். இன்னைக்கு வரைக்கும் இந்த ராஜமாணிக்கம் முன்னாடி ஒருத்தன் கூட கை நீட்டி பேசுறது கிடையாது. நீ இன்னும் வர ஆணுங்களை நேரில் கண்டிருக்கலன்னு பாரா. விபச்சார குற்றத்துக்காக ஒன்னையும் அந்த பொண்ணையும் போலீஸ்ல மாட்டி கொடுக்கறன பாரு. நான் தான் சொல்றேன், ராஜமாணிக்கம். ராஜமாணிக்கம் நின்ற தேங்க போற புள்ள. என்னங்க ഇത് കഴുത്തി കെട്ടിക്കും. ആ നാറി ചിലപ്പോ പോലീസുകാരെയും വിളിച്ചോണ്ട് വരും, അവരെ ബോധ്യപ്പെടുത്താൻ. വേറെ മാർഗമില്ലാഞ്ഞിട്ടാ. അങ്ങനെ ഒരു സീരിയസ്നെസ് ഒന്നും ഇതിന് കൊടുക്കണ്ട. എങ്ങനെ പാടില്ലാന്ന്? പാടുള്ളതല്ലോ എന്റെയും നിന്റെയും ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതൊന്നും. വേട്ട നായ്ക്കളെ പോലെ എപ്പ വേണമെങ്കിലും മുന്നിൽ ചാടി വീഴാവുന്ന ഒരു കൂട്ടം ആളുകൾ, ജീവന് മുറുക്കെ പിടിച്ചുകൊണ്ടുള്ള ഓട്ടം. ഇതിനിടയിൽ എത്ര തവണ കയ്യിൽ ചോര പുരണ്ടു നിനക്കറിയോ? മഹാനഗരങ്ങളുടെ വന്യതകളിൽ നിന്ന് ഓടി ഒളിച്ച്